ഇന്ന് നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിന്റെ ബജറ്റ് അവതരിപ്പിച്ച ദിവസമാണ് കേന്ദ്ര സർക്കാർ. അപ്പോ ദീർഘകാലമായിട്ട് തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ ഒരു ബജറ്റ് എന്നുള്ളതിന്റെ അപ്പുറത്ത് അതിനൊരു എണ്ണത്തിന്റെ പ്രസക്തി എന്നുള്ളതിനേക്കാളും ഒരു അന്താരാഷ്ട്ര തലത്തിലും അതുപോലെ ദേശീയ തലത്തിലൊക്കെയുള്ള സാമ്പത്തികമായിട്ടുള്ള ചില വിഷയങ്ങൾ, അത്തരത്തിലുള്ള പ്രതിസന്ധികൾ. അപ്പോൾ ഈ ബജറ്റ് എന്ന് പറയുന്നത് ഓരോ പ്രോജക്റ്റിന് പണം അനുവദിക്കുക എന്നുള്ളതിന്റെ അപ്പുറത്ത് ചില പോളിസി, സർക്കാരിന്റെ ഒരു ഫിനാൻഷ്യൽ പോളിസി എന്താണെന്ന് മുന്നോട്ട് വെക്കുന്ന ഒരു നയരേഖ കൂടിയാണ് ഈ ബജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു ബജറ്റിനെ ഈ ഒരു അന്താരാഷ്ട്ര ദേശീയ സാഹചര്യത്തിൽ സാർ എങ്ങനെയാണ് വിലയിരുത്തുമ്പോൾ? ഞാൻ ഒരു കാര്യം പറയാം. ഇത്രയും നാളും നരേന്ദ്രമോദി അവതരിപ്പിച്ച ആ സർക്കാരിനെ അവതരിപ്പിച്ച ബജറ്റുകൾ അതൊരു ഫോക്കസ്ഡ് ആയിരുന്നു പല രീതിയിലും. ആദ്യം മനസ്സിലാക്കുക, അമേരിക്കൻ ടാരിഫും ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഗ്ലോബലായിട്ട് ഇന്ത്യ പല രീതിയിലും ഐസൊലേറ്റഡായി. ഇന്ത്യക്കാർക്ക്, അതായത് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന H-1B വിസയാണെങ്കിലും ഗ്രീൻ കാർഡാണെങ്കിലും അമേരിക്കയുമായി പോളിസിയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനികൾക്കും ഉണ്ടായ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ഇന്ത്യയുടെ പണത്തിൻ്റെ മൂല്യം, അതായത് 92 രൂപ അതിന് മുകളിലോട്ട് പോയി. സ്ഥിരമായിട്ട് ഡോളറിൻ്റെ ഔട്ട്ഫ്ലോ, അതായത് ഇന്ത്യൻ കറൻസി കുറയുന്നു, ഡോളർ വാങ്ങുന്നു, അതിൻ്റെ ഇൻഫ്ലോ അല്ല ഔട്ട്ഫ്ലോ. കഴിഞ്ഞ 10 മാസമായിട്ട് ഇന്ത്യയിൽ കാര്യമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നിട്ടില്ല. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വെച്ചിട്ടാണ് ഈ ബജറ്റ് കയറി വരുന്നത്. ബേസിക്കലി ഇന്ത്യയുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് അതാണ്, അവരെ കാറ്റർ ചെയ്യുന്ന മാർക്കറ്റാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത്. ആ മിഡിൽ ക്ലാസ്സിന് എന്ത് രീതിയിലാണ് നരേന്ദ്രമോദി, കാരണം ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ഈ ഒരു കാര്യം ജിബിൻ മനസ്സിലാക്കുക, അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സമയത്ത്, അതായത് ഒരു 2 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 3 വർഷം മുമ്പ് ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് +2 കഴിഞ്ഞുള്ള കുട്ടികൾക്കാണ്. കാരണം എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനും ഈ പറയുന്ന ഗ്രാജുവേറ്റ്സ് കഴിഞ്ഞവർക്കൊക്കെ ഏതെങ്കിലുമൊക്കെ ജോലി കിട്ടും. മനസ്സിലായില്ല? സർവൈവൽ സംഭവം. പിന്നെ കുറച്ച് വലിയൊരു ശതമാനം ആൾക്കാർ, അർബൻ സിറ്റി വളരുന്ന ആൾക്കാരെല്ലാം വിദേശത്ത് പഠിക്കാൻ പോകുന്നു, അവിടെ പോയി ജോലിയാകുന്നു. ആ ഒരു സംഭവം, അതായത് പൂർണ്ണമായിട്ടും അടഞ്ഞു എന്നുള്ളത് സത്യമാണ്. അപ്പം അതൊക്കെ മുമ്പിൽ വെച്ച് കഴിഞ്ഞ് ഇത്രയും ഇന്ത്യക്കാർ തിരിച്ചു വരുന്നു. ടെക്സാസിലെ ഗവർണർ തന്നെയാണ് ഉത്തരവ് പറഞ്ഞിരിക്കുന്നത്, H-1B വിസ എന്ന് പറയുന്ന അടുത്ത വർഷം മുതൽ ആ സ്റ്റേറ്റിൽ മുഴുവനും ബാൻ ചെയ്തേക്കുവാണ്. അപ്പം എന്ത് പ്രതീക്ഷയാണ് ഇവിടുത്തെ ഈ മിഡിൽ ക്ലാസ്സിന് കൊടുക്കാൻ പോകുന്നത്? അപ്പം ആ ഒരു പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴാണ് ഈ ബജറ്റ് കയറി വരുന്നത്. അതിൻ്റെ ഫസ്റ്റ് ബജറ്റ് അങ്ങോട്ട് അവതരിപ്പിക്കുന്നു. ഏകദേശം തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 2300 സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രത്യേകം തുറന്ന ഞായറാഴ്ചയാണ്. ഒരു കാര്യം പറയാം, ഇന്ത്യയുടെ എക്കോണമിയെ പറ്റിയും ബജറ്റിനെ പറ്റിയും ഏറ്റവും നല്ല പോലെ അറിയാവുന്നൊരു കൂട്ടരെന്ന് പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റുകാരാണ്. ഇപ്പം എനിക്കോ നിനക്കോ ഈ പറയുന്ന എക്കണോമിക് എക്സ്പേർട്ടിനേക്കാളൊക്കെ ഭംഗിയായിട്ട് ഇന്ത്യയുടെ ഗ്രോത്ത് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും അതിൻ്റെ എക്കണോമിക് ആക്ടിവിറ്റീസ് ആണെങ്കിലും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയൊക്കെ കൃത്യമായിട്ട്, കാരണം അവരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് റീറ്റെയിലേഴ്സാണ്, ഹ്യൂജ് ആയിട്ടുള്ള മറ്റുള്ളവരല്ല. അപ്പം അവർക്കുണ്ടായ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിക്കുന്നത്? Indo-EU ഡീൽ നടന്നു. ഗവൺമെൻറ് ഏതാണ്ടൊക്കെ പറഞ്ഞു അത് വരുന്നു, ഇത് വരുന്നു, പുല്ല് വരുന്നു. ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കാം ആൾക്കാർ ഈ പറയുന്നവർ. India-EU ഡീലിനകത്ത്, യൂറോപ്യൻ യൂണിയനുമായിട്ട് ഡീലിനകത്ത് 20 വർഷം നടന്ന ഡിസ്കഷൻ്റെ അകത്ത് പല കാര്യങ്ങളും നേരത്തെ ഇന്ത്യ അംഗീകരിച്ചു കൊടുത്തില്ല. അതെല്ലാം നമ്മൾ കോംപ്രമൈസ് ചെയ്ത്, കാരണം അമേരിക്കൻ ടാരിഫ് തലേ വന്ന് നിൽക്കുന്നു, പലതും അംഗീകരിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് ചലനമില്ലാതായി പോയത്. അതാണ് യാഥാർത്ഥ്യം. ഇതിന്റെ ഈ കുറച്ചു നാൾ മുന്നെയാണ് നമ്മുടെ ഈ GDP ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഗവൺമെന്റ് പുറത്തുവിട്ടത്. അപ്പൊ അതിനകത്തൊരു വലിയ ഗ്രോത്ത് ആണ് അവർ പ്രൊജക്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ
സ്വാഭാവികമായിട്ടും ഒരു GDP വർദ്ധിക്കുന്ന അല്ലെങ്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രോയിങ് GDP ഉള്ള ഗ്രോയിങ് എക്കണോമി ഉള്ള ഒരു രാജ്യത്തിന്റെ ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു രാജ്യത്തിന്റെ ബജറ്റാണോ നമ്മൾ കണ്ടത്? ഒറ്റ വാക്കിൽ ചോദിച്ചാൽ അതാണ് ഞാൻ പറയുന്നത്. ഈ GDP എന്ന് പറയുന്ന കണക്ക് കൊണ്ട് കളിച്ച ഒരു ബോഗസ് റിപ്പോർട്ടാണ് ഈ പ്രാവശ്യം അവതരിപ്പിച്ചത്. ബോഗസ് പൂർണ്ണമായിട്ടും ബോഗസ്. ഞാൻ ഡൽഹിയിൽ താമസിക്കുന്ന ഒരാളാണ്, ഇന്ത്യൻ സിറ്റിയിലാണ്. ഈ GDPയുടെ നമ്പറുമായി ബന്ധപ്പെട്ട് ഗ്രോത്ത് ഉണ്ട് എങ്കിൽ അത് പൂർണ്ണമായിട്ടും മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതാണ് പരമപ്രധാനം. അതായത് ദീപാവലി സമയത്ത് ടാക്സ് റിഫോംസ് എന്നും പറഞ്ഞുകൊണ്ട് പലതിനും ടാക്സ് കുറച്ചു. ഒന്നാമത് മനസ്സിലാക്കുക, ദീപാവലി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഉത്സവമാണ്, സെലിബ്രേഷനാണ്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന മാർക്കറ്റിൻ്റെ അകത്ത് പല കച്ചവടങ്ങൾ നടന്നു, സത്യമാണ്. അത് ആ ടാക്സ് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കണം. അതോ ആ ടാക്സ് റിഫോംസ് ഇത്രമാത്രം കുറയ്ക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ടാരിഫ് തന്നെയാണ് ഇഷ്യൂ, അല്ലേ അത് കുറയ്ക്കത്തൊന്നുമില്ല. ജിമിൻ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യൻ മിഡിൽ ക്ലാസ് സഫർ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റും പല സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഇവിടെയുള്ള അസറ്റും മൂല്യവും എടുത്തിട്ട് ഫ്രീ ബീസായിട്ടൊക്കെ കൊടുക്കുക. ഫ്രീ ബീസായിട്ട് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ തിരിച്ചുള്ള റിട്ടേൺ എന്താ? ഈ GST എന്ന് പറഞ്ഞ 18%, ആ ടാക്സ്, ഈ ടാക്സ്, ഇൻകം ടാക്സ്. ഈ പറയുന്ന മിഡിൽ ക്ലാസ് തന്നെ വേണം ഇൻവെസ്റ്റ് ചെയ്ത് സംഭവങ്ങളായിട്ട് ഇന്ത്യൻ എക്കോണമി മുന്നോട്ട് കൊണ്ടുപോകാൻ. അതും എടുത്തിട്ട് മുഴുവനും ഫ്രീ ബീസിന് കൊടുക്കുക. അവർക്ക് യാത്ര ഫ്രീ, ഇവർക്ക് യാത്ര ഫ്രീ. ഇത് അർഹിക്കുന്നവർക്ക് കൊടുക്കുക. ഇത് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ മാർക്കറ്റിൽ പണമുണ്ടാകുന്നത്? സിമ്പിൾ ചോദ്യമല്ലേ ഇത്? ഇപ്പം നീ കർണാടകയിൽ ആ സ്റ്റേറ്റ് ഗവൺമെന്റിൽ പണമില്ല, എന്താ കർണാടക ഗവൺമെന്റ് എന്താ പണമില്ലാത്ത ഗവൺമെന്റ്? അതല്ല. മഹാരാഷ്ട്രയിൽ പണമില്ലെന്ന് പറയും, ഫ്രീ ബീസ് അങ്ങ് കൊടുക്കുക. ഇന്ത്യയിലെ വൻ നഗരങ്ങളിൽ, ഡൽഹി, ബംഗളൂരു അങ്ങനെയുള്ള വൻ നഗരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സൗജന്യ ഇതിന്റെ പ്രത്യാഘാതം എന്താ ഉണ്ടാകുന്നത്? ഇത്രയും ഫ്രീ ബീസ് കൊടുക്കുമ്പോൾ ഇവിടെയുള്ള പല ക്യാപിറ്റൽ മാർക്കറ്റിലും പണം നിക്ഷേപിക്കണം. ക്യാപിറ്റൽ അതായത് കാപ്പെക്സ്, അതായത് പല പ്രോജക്റ്റിനും. അപ്പം അതിന് പണമില്ല. ഇപ്പം ഗവൺമെന്റ് പറഞ്ഞൊരു സംഭവമുണ്ട്, ഇത് നിർമ്മലാ സീതാരാമൻ, അതായത് സെമി കണ്ടക്ടറിന് വേണ്ടി 40,000 കോടി അനുവദിക്കുന്നു. ഇത് ഇന്നലെ പറഞ്ഞ കാര്യമൊന്നുമല്ല. ഇത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഗവൺമെന്റ് പറഞ്ഞാണ് സെമി കണ്ടക്ടറുമായി ബന്ധപ്പെട്ട് ചൈനയുമായിട്ടുള്ള അമേരിക്കൻ ട്രേഡ്. അതിനെ ബേസ് ചെയ്യുന്ന അന്ന് ഗവൺമെന്റ് അനൗൺസ് ചെയ്ത് അതിന്റെ പേരിലാണ് TCSനൊക്കെ ഹ്യൂജ് എമൗണ്ട് കൊടുക്കുന്നത്. അത് വീണ്ടും എടുത്തു വെച്ചു എന്നല്ലാതെ അതിനകത്ത് പ്രത്യേകതയൊന്നുമില്ല. ഇപ്പം ഈ പിന്നെ പുതിയ റിസർച്ചിനുള്ള സൗകര്യം ഒരുക്കുക, അല്ലെങ്കിൽ ആ മേഖലയിലുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് ഫണ്ട് ചെയ്യുക, അങ്ങനെ ഇതിനൊരു ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് കണ്ടില്ല. ഇത് മൊത്തത്തിൽ അനുവദിക്കും, എന്തിനു വേണ്ടി കൊടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇതിനകത്ത് പരമം പ്രധാനം എന്ന് പറഞ്ഞ ഇന്ത്യയുടെ GDPയുടെ 3.4 ആണ് എഡ്യൂക്കേഷൻ സെക്ടറിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. പക്ഷെ ഇന്നും 3.4 നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല. ഇപ്പോഴും 2.7 കിടക്കുക. ഇന്ത്യയുടെ ഹെൽത്ത് സെക്ടർ ഗ്ലോബലായിട്ട് മറ്റുള്ള രാജ്യങ്ങളെ ഈ പറയുന്ന ഡെവലപ്പിംഗ് കൺട്രീസിനെ കമ്പയർ ചെയ്യുക ഇന്ത്യ വളരെ പുറകില്ല. അപ്പൊ അതിനൊന്നും പണം മുടക്കാൻ നമ്മുടെ പണമില്ല. കാരണം ഫ്രീ ബീസിന് പണം കൊടുക്കുക. അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയാം. ഈ 18% GST എന്ന് പറയുന്നത്, ഞാനൊരു കാര്യം നിന്നോട് കൃത്യമായിട്ട് പറയാം. 2 ദിവസം മുമ്പ് എക്കണോമിക് ടൈംസിനകത്ത് റിപ്പോർട്ട് വന്നു. ഏകദേശം 100-ലധികം, അതായത് കഴിഞ്ഞ 2-3 മാസം കൊണ്ട് സക്സസ്ഫുള്ളായ സ്റ്റാർട്ടപ്പുകൾ അമേരിക്കയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു. മനസ്സിലാക്കുക, ഈ സ്റ്റാർട്ടപ്പുകൾക്ക് ആരാ പണം കൊടുത്ത? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ബാങ്കുകൾ ത്രൂ ഇൻവെസ്റ്റ് ചെയ്തു. ഇവർ സക്സസ് ആയി കഴിഞ്ഞപ്പോൾ ഇവർ അമേരിക്കയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുക. ഇത് എന്തു കുന്തമാണെന്ന് ഗവൺമെന്റ് മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് അവർ അമേരിക്ക പോകുന്നത്? അതിൻ്റെ കാര്യം ഇവിടെ അനാവശ്യമായ ടാക്സേഷൻ. ഇത് ഈ പറയുന്ന പോലെ അത്ര നിസ്സാരമൊന്നുമല്ല ഈ കാര്യം. ഒരു സാധാരണ ബിസിനസ്സുകാരനൊന്നും ഈ ഹ്യൂജ് ടാക്സേഷനും എല്ലാത്തിനും ടാക്സ് അല്ലയോ? അതേ സമയത്ത് ഡെവലപ്ഡ് ആയിട്ടുള്ള കാനഡയിലോ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും ടാക്സ് ഇല്ല.
ഇതിനേക്കാളും വളരെ സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യുക, അതിനേക്കാളും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ സൗത്ത് ഇന്ത്യയിലൊക്കെയുള്ള ചെറിയ സ്റ്റാർട്ടപ്പുകൾ പോലെ അവർ ഓഫീസ് പിന്നെ ദുബായിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അവരുടെ അക്കൗണ്ട് അവിടെ നിന്നാണ് മാനേജ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം പറയാം, മലയാളികൾ കാണുന്ന എത്ര യൂട്യൂബേഴ്സ്, അതായത് അവരുടെ ഓഫീസ് അവർ കാണിച്ചിരിക്കുന്ന ദുബായ്, എന്താ അതിന്റെ കാര്യം? എല്ലാം ദുബായ് മീഡിയ സിറ്റി എന്താ കാര്യം? കാരണം അവിടെ ടാക്സ് എക്സെപ്റ്റഡാ. അവരങ്ങോട്ടങ്ങ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റെസിഡന്റ് വിസയും കൊടുക്കും, അവരവിടെ ചെന്ന് അവർ സംഭവം ചെയ്യുന്ന ഇത്രയും മാത്രം ടാക്സ് കൊടുക്കണ്ട. ഇത് ഗവൺമെന്റ് മനസ്സിലാക്കുന്നില്ല. കാരണം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്സും അതേപോലെ കോർപ്പറേറ്റ് സെക്ടറും ശക്തമായിട്ട് വന്നാൽ മാത്രം അതിന് പണം വേണം. ഈ റിസർച്ചിനാണെങ്കിലും എഡ്യൂക്കേഷനാണെങ്കിലും ഈ പറയുന്ന പല ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിനാണെങ്കിലും ഈ റെയർ എർത്തിനാണെങ്കിലും, ഈ റെയർ എർത്ത് എന്ന് പറയുന്ന സംഭവത്തെ പറ്റി ഇന്നോ ഇന്നലെ ഉണ്ടായ സംഭവമൊന്നുമല്ല. ഇത് അമേരിക്ക ചൈന ട്രേഡ് വാർ ഉണ്ടാകും, ഇതൊക്കെ ആൻറ്റിസിപ്പേറ്റഡ് ആയിരുന്നു. എന്തൊക്കെയാണ് ഇഷ്യൂ എന്നുള്ള കാര്യത്തിൽ ആൻറ്റിസിപ്പേറ്റഡ് ആയിരുന്നു. അപ്പം ഇതിനകത്ത് നമ്മൾ ഒരു പുല്ലും ചെയ്തില്ല. ഇപ്പം നമ്മൾ റെയർ എർത്തുമായിട്ട് പാക് സിലിക്ക എന്നും പറഞ്ഞ് അമേരിക്ക ഒരു കോൺഫെഡറേഷൻ ഉണ്ടാക്കാൻ അതിൻ്റെ ഇന്ത്യയും ചേർത്ത് വെച്ചിട്ടുണ്ട്. പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ക്രിട്ടിക്കൽ ടെക്നോളജി ഇല്ല. ക്രിട്ടിക്കൽ മിനറൽസ്, അതായത് റെയർ എർത്ത്, ഈ സാധനങ്ങൾ, അതിൻ്റെ പ്രോസസ്സിൻ്റെ ടെക്നോളജി നമ്മുടെ കയ്യിലില്ല. സെമി കണ്ടക്ടർ തന്നെയാണെങ്കിൽ ഇഷ്ടംപോലെ ഇന്ത്യൻ എഞ്ചിനീയേഴ്സാണ് ഈ ചൈനയിലാണെങ്കിലും തായ്വാനും ഹോങ്കോങ്ങിലും മറ്റു പല രാജ്യത്തും ജോലി ചെയ്യുന്നത്. അവരൊന്നും ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യാൻ തയ്യാറല്ല. അതാണ് ഗവൺമെൻറ് പഠിക്കേണ്ടത്. എന്തുകൊണ്ട് അവർ ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുന്നില്ല? അതേപോലെ തന്നെ ഗവൺമെൻറ് പറഞ്ഞ ആത്മനിർഭർ ഭാരത്. നിനക്കറിയോ, ഇന്ത്യ ഏറ്റവും കൂടുതൽ ഫാർമ സെക്ടറിൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്, പ്രത്യേകിച്ച് അമേരിക്ക ആണെങ്കിലും മറ്റു പല രാജ്യങ്ങളിലൊക്കെ. ഇതാണ് ഈ കള്ളത്തരം എന്ന് പറയുന്ന ഏറ്റവും വലിയ സംഭവം. കഴിഞ്ഞിടയ്ക്ക് ഒരു അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനിലെ കൊമേഴ്സിൻ്റെ ഒരു സീനിയർ ഓഫീസർ വാൾ സ്ട്രീറ്റ് ജേണൽ എന്ന് പറഞ്ഞ പത്രത്തിന് ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ഇന്ത്യൻ ട്രേഡുമായി ബന്ധപ്പെട്ട്, ഇന്ത്യ ഫാർമ സെക്ടറുമായി ബന്ധപ്പെട്ട് അയാൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇന്ത്യ പറയുന്ന ഒരു ഫാർമ സെക്ടറിൽ വലിയ മേജർ കമ്പനികളാണ്, അവർ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നു, മാനുഫാക്ചർ ചെയ്യുന്നു. അയാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇത് ഏറ്റവും ക്രൂഷ്യൽ ചോദ്യമാണ്. ഇന്ത്യയിലെ ഫാർമ സെക്ടറിൻ്റെ മാനുഫാക്ചേഴ്സ്, അവർ ഈ ചെയ്യുന്ന കെമിക്കൽസ് അതിൽ എത്ര പെർസെൻറ്റേജാണ് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന? ചോദ്യം സ്പെസിഫിക് ആണ്. ഏകദേശം 85% ഇന്ത്യൻ ഫാർമ സെക്ടറിൻ്റെ കെമിക്കൽസ് വരുന്നത് ചൈനയിൽ നിന്നും. അടുത്ത ചോദ്യം ആൾ തിരിച്ചു ചോദിച്ച ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഇന്ത്യക്ക് ഇതേ കെമിക്കൽസ്, ഈ പറയുന്ന വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കെമിക്കൽസ് ഒന്നുമല്ല, അതിൻ്റെ അകത്ത് ഒരു 55-60% ഇന്ത്യയിൽ ഉണ്ടാക്കാൻ സാധിക്കും, എന്തുകൊണ്ട് അവർക്ക് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല? ചോദിച്ച ചോദ്യമാണ്. കാരണം നമുക്ക് അതേപോലെയുള്ള സ്കിൽഡ് മാൻ പവർ ഇല്ല. ഇതാണ് കാരണം. ഇതെന്തുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി മോദി ഗവൺമെൻറ്റിന് പറ്റുന്നില്ല? അത് ഈ ആത്മനിർഭർ ഭാരത് എന്ന് ഈ സംഭവം എന്ന് പറയുന്ന സംഭവം, മേക്കിംഗ് ഇന്ത്യ എന്ന് പറയുന്ന സംഭവം ഞാൻ പൂർണ്ണമായിട്ടും പിന്താങ്ങുന്ന. ഏറ്റവും കൂടുതൽ മൊബൈൽ ഉണ്ടാക്കിയത് ഇന്ത്യ എന്ന് പറഞ്ഞു. ഇതൊക്കെ പച്ച കള്ളമാണ്. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് നോയിഡയിലുള്ള 2-3 ഫാക്ടറികൾ പോയി കണ്ടു. ഇതെന്തുവാണെന്നറിയോ? ബേസിക്കലി ബിജിബിനറിയോ എന്തോ സംഭവം എന്ന് പറയുന്നത്? ഇത് വരുന്നതെല്ലാം ചൈനയിൽ നിന്നാണ്. ഇത് അസംബിൾ ചെയ്ത് പാക്ക് ചെയ്യുന്നു, ഇത് കയറ്റി അയക്കുന്നു. ഇതുകൊണ്ട് ഈ കമ്പനിക്ക് എന്തോ ബെനിഫിറ്റ് കിട്ടുന്നത്? അവർക്ക് പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് സ്കീമുണ്ട്, PIL, പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് സ്കീം, PIS. ഇതിനകത്ത് ഇവർക്കൊരു ഹ്യൂജ് എമൗണ്ട് ഗവൺമെൻറ് ഈ കോർപ്പറേറ്റ് കമ്പനികൾക്ക് കൊടുക്കുക. അതിനുവേണ്ടി ഈ കമ്പനികൾ കാണിച്ചു കൂട്ടുന്ന തമാശയാണ് ഈ മൊബൈൽ മാനുഫാക്ചറിങ്, അതേപോലെ ഇലക്ട്രോണിക് സംഭവങ്ങളൊക്കെ മുഴുവനും. അതായത് ഒരു കാരണവശാലും ഒരു കാര്യം പറയാം, മോദി ഗവൺമെൻറ് വളരെ ആത്മാർത്ഥമായിട്ടാണിത് നോക്കിയത്. പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള കളി ഇതാണ്. കാരണം നമുക്ക് ഇത് സാധാരണ ശരിയാണ്. ഞാൻ ഈ മേക്ക് ഇൻ ഇന്ത്യയുടെ ലോഗോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു നമ്മുടെ ഈ ഹോം അപ്ലയൻസസ്, മിക്സർ ഗ്രൈൻഡർ പോലത്തെ സാധനങ്ങൾ പിന്നെ ഉണ്ടാക്കുന്ന ഒരു ടൗണിലേക്ക് പോയ സമയത്ത് അവിടെ ആകെ 50 പേരെ ജോലി ചെയ്യുന്നുള്ളൂ. എന്താ കാരണം എന്ന് വെച്ചാൽ അത് അസംബ്ലിംഗ് ആണ്, 50 പേര് മതി. ഒരാൾ 10 ഉണ്ടാക്കിയാൽ തന്നെ 500 പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. ഞാൻ അടുത്ത സമയത്ത് ഞാൻ ഈ ഓൺലൈനിൽ ഒരു കെറ്റിൽ മേടിച്ചു, സ്റ്റീലിൻ്റെ. അപ്പം ഓൺലൈനിൽ കെറ്റിൽ മേടിച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ അകത്ത് മുഴുവനും മെയ്ഡ് ഇൻ ഇന്ത്യ അതൊക്കെ എഴുതി വന്നു. തുറന്നു നോക്കിയപ്പോഴെന്തുവാ? പുല്ല് ചൈനയിലുണ്ടാക്കിയത്.
അതായത് അതേപോലെ സാധനം ഇവിടെ വരുന്നു, അത് കവർ സ്റ്റിക്കർ മാത്രം ഒറ്റ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നും പറഞ്ഞുകൊണ്ട് കവറിലാക്കുന്നു. അത് മനസ്സിലാക്കും, ഒരു സ്റ്റീലിൻ്റെ കെറ്റിൽ അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറും 250 രൂപ. ഇതൊക്കെ ഉണ്ടാക്കുന്ന പല ഫാക്ടറികൾ ഇന്ത്യയിലുള്ളത് എനിക്കറിയാം. ആ ഫാക്ടറികളെല്ലാം അടഞ്ഞുപോയി. കാരണം ഓട്ടോമേറ്റഡ് ആണ് മുഴുവനും ചൈനയിൽ ഉണ്ടാക്കുന്നത്. ഇത്രയും കോസ്റ്റ് എഫക്റ്റീവ്, കാരണം കോസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഭയങ്കര കൂടുതലായി. ഒന്നാമത് റോ മെറ്റീരിയൽ, ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് പറയാം. ചൈനയിൽ 1 കിലോമീറ്റർ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 13 രൂപയാണ്, ഇന്ത്യയിൽ 16 രൂപയാണ്. അത് മനസ്സിലായിക്കോണം, ഇത് ഹ്യൂജ് ഡിഫറൻസ് ആണ്. ചൈനയിലാണെങ്കിൽ മാൻ പവർ അവർക്കറിയാം, അവർക്ക് മാൻ പവർ ഇല്ലാതാകും. ഇത് മുഴുവനും ഓട്ടോമേറ്റഡ് ആക്കി, മുഴുവനും ഓട്ടോമേറ്റഡ്. ഇന്ത്യയിലാണെങ്കിൽ ഇവർക്ക് ഇത്ര രൂപ വെച്ച് സാലറി കൊടുക്കണം, കാരണം ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ജോലി ചെയ്യാൻ. പക്ഷെ അവരുടെ സാലറി ആണെങ്കിൽ ഈ പറയുന്ന ഓട്ടോമേറ്റഡ്, അതായത് AI വെച്ചുള്ള മനുഷ്യന്മാർ ഒരു ദിവസം 10,000, അല്ലാതെ ഒരു ദിവസം ഒരു 10,000 ടീഷർട്ട് ഉണ്ടാക്കുന്ന വിചാരിച്ചുള്ളൂ. ഞാൻ സിമ്പിളായിട്ടൊരു കഥ പറയാം. അതേപോലെ അതാണെങ്കിൽ ഒരു 15 ഈ ഓട്ടോമേറ്റഡ് ഈ AIയുടെ റോബോട്ടുകളാണ് ചെയ്യുന്നതെങ്കിൽ തിരുപ്പൂരിൽ ഒരു 500-1000 പേര് വെച്ച് ചെയ്യുന്നത് ഒരു ദിവസം എത്ര ടീഷർട്ടായിരിക്കും? ഇതാണ് ബേസിക്കലി നമുക്ക് പലതും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഈ ചൈനയിൽ പല ആവർത്തി പോയിട്ട് ഞാൻ ഈ ചൈനയിൽ പോയി കണ്ടതാണ് അവരുടെ ഗ്രോത്ത്. അതുകൊണ്ടാണ് ഒരു പ്രധാന ക്വസ്റ്റ്യൻ വരുന്നത്, എന്തുകൊണ്ടാണ് അമേരിക്ക നമ്മളെ താങ്ങി നിർത്തിയത്? അതുപോലെ യൂറോപ്പ് നമ്മളെ താങ്ങി നിർത്തത്തില്ല. കാരണം അമേരിക്കയ്ക്ക് ഈ പറയുന്ന ചൈനയെ ഒതുക്കണം. അതുകൊണ്ട് ചൈനീസ് പ്രോഡക്റ്റിനെല്ലാം 30-35% ടാരിഫ് അങ്ങ് വെച്ചു കൊടുത്തു. നാച്ചുറലി ഇന്ത്യൻ പ്രോഡക്റ്റുകൾ ചീപ്പായി. ഇതാണ് അതിന്റെ കാര്യം. പിന്നെ പല പ്രോഡക്റ്റ് ഇന്നിപ്പോ വന്നിരിക്കുന്ന ഈ ബജറ്റിനകത്ത് ഇപ്പോ സാർ ഇപ്പം മെൻഷൻ ചെയ്തിട്ടുള്ള ചില മേഖലകൾ, അതായത് ഒന്ന് ഈ ഇത്തരത്തിലുള്ള ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ചില പോളിസികൾ പൊതുവെ ബജറ്റിനകത്ത് നമ്മൾ ശ്രദ്ധയായിട്ട് നോക്കുന്ന സാധനമാണ്. അതായത് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിന് ഉതകുന്ന തരത്തിലുള്ള പോളിസികൾ. മറ്റൊന്ന്, ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. അപ്പൊ ഈ കാർഷിക രംഗത്തെ അതിന്റെ ഒരു ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന ചില പോളിസികൾ, ഇത് നമ്മൾ എപ്പോഴും നോക്കിക്കാണുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അതൊന്നും ഇല്ലാതെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ഗുണമുണ്ടാകുമെന്ന് കരുതുന്ന ചില സ്റ്റേറ്റുകളിലേക്ക് ചില പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് മാത്രം ഈ ഒരു ബജറ്റ് മാറാനുള്ള കാരണം എന്താണ്? കാരണം പ്രത്യേകിച്ച് ഒരു ക്രൂഷ്യലായിട്ടുള്ള സമയത്ത് നമ്മൾ നിൽക്കുക, അതില്ലാതെ സാറൊക്കെ പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും അത് മിസ്സായി പോയത്? എന്തുകൊണ്ടായിരിക്കും അത് ചെയ്യാണ്ടിരുന്നത്? ജിമിൻ, ഒരു കാര്യം പറയാം. ഓരോ ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന പൊളിറ്റിക്കൽ എക്കോണമി, അത് പൊളിറ്റിക്കൽ എക്കോണമിയാണ്, അല്ലാതെ പ്യുവർ എക്കോണമി അല്ല. പൊളിറ്റിക്കൽ എക്കോണമി ആ പൊളിറ്റിക്കൽ പാർട്ടിക്കും ആ ഭരിക്കുന്നവർക്കും അവർക്കെല്ലാം പ്രയോജനമുണ്ടാകുന്ന ജനഹിതം അവർക്ക് അനുകൂലമായിട്ട് കൊണ്ടുപോകണം. ഈ പറയുന്ന ബജറ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ബജറ്റാണ്. അതിനകത്ത് അവർക്ക് ഇഷ്ടമുള്ള ഈ പല വരാൻ പോകുന്ന സ്റ്റേറ്റുകൾക്കും അവിടെ സ്പീഡ് റെയിൽവേ ആണെങ്കിലും മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഈ സംഭവങ്ങളും എല്ലാം കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിൻ്റെ അത് തെറ്റൊന്നും എല്ലാ പ്രാവശ്യവും ഉണ്ടാവും. അത് ഇവർ നല്ല ആര് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തു. അതെ, എല്ലാ ബജറ്റുകളും ഉണ്ടാവും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു പോളിസികളിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുക എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യം. അല്ല, അതിനകത്താണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. അപ്പൊ ഇവരുദ്ദേശിക്കുന്ന ഇതനുസരിച്ച് അവിടുത്തെ ജനങ്ങളും ഇതൊരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുമോ? നമ്മളെപ്പോഴും നോക്കേണ്ട സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ലോങ് ടൈം സൊല്യൂഷനാണ് നോക്കേണ്ടത്. മനസ്സിലായത്? ഇപ്പോൾ ആത്മനിർഭർ ഭാരത് ആണെങ്കിൽ, മേക്കിംഗ് ഇന്ത്യ ആണെങ്കിൽ, ഇതൊക്കെ ഒരു ലോങ് ടൈം സൊല്യൂഷനാണ്. പക്ഷെ ലോങ് ടൈം സൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ഇപ്പം റിപ്പബ്ലിക് ഡേക്കകത്ത് ഈ റോബോട്ടിക്കായിട്ട് ഹ്യൂമനോയിഡ്, അത് ഈ നായെ നീ കണ്ട അവർ കാണിച്ച് വെച്ച സംഭവം കണ്ടത്, അത് എവിടുന്ന് ഉണ്ടാക്കിയത്? ചൈനയിൽ ഉണ്ടാക്കിയത്. അത് ഇന്ത്യൻ പട്ടാളത്തെ കൊണ്ട് കാണിക്കേണ്ട ആവശ്യമുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് ചൈനയിൽ ഈ ലോക്കൽ പോലീസ് യൂണിറ്റുകൾ പട്ടാളത്തിന് ഉപയോഗിക്കുന്ന സാധനമാണ്. അത് ഇവിടുത്തെ പട്ടാളത്തിൽ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്ത്യ വലിയ ഭയങ്കരമായിട്ട് കാണിച്ച ആ തേജസ് എയർക്രാഫ്റ്റ്, ലൈറ്റ് വെയിറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ്, എന്തുകൊണ്ടാണ് അത് റിപ്പബ്ലിക് ഡേ കാണിക്കാഞ്ഞത്? ഇത് ചോദ്യങ്ങളുണ്ട്. അപ്പം മേക്കിംഗ് ഇന്ത്യ എന്ന് പറയുന്ന സംഭവം ഗവൺമെന്റ് ചെയ്യേണ്ടത് ഇത് പൂർണ്ണമായിട്ടും നല്ല ഫണ്ട് ചെയ്ത്, അതായത് ഇതേപോലെയുള്ള സ്റ്റാർട്ടപ്പുകൾ രക്ഷപ്പെടുന്നു തിരിച്ചങ്ങ് പോകുന്നു, അതല്ല ചെയ്യേണ്ടത്. അതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ്
ചെറുപ്പക്കാരും സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകാരും ഇന്ത്യയിൽ നിൽക്കാത്ത അതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കണം. അതേപോലെ മാനുഫാക്ചറിങ്, എവിടെയാണ് ഇന്ത്യക്ക് പോരായ്മ സംഭവിച്ചത് അതിനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ പറയുന്ന ജയും അതും ഇതും മറ്റുള്ള സ്ലോഗനും വിളിച്ചുകൊണ്ടൊന്നും ഇതിനകത്തുനിന്ന് റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം, ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്സിനെ ഫോക്കസ് ചെയ്യാത്തൊരു ബജറ്റ് ഒരു ഇന്ത്യൻ എക്കോണമിയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ ദുരന്തമായിരിക്കും. കാരണം ഇന്ത്യൻ എക്കോണമിയെ താങ്ങി നിർത്തുന്നതും പ്രോസ്പെക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതും പല ഘടകങ്ങളിൽ ഏറ്റവും നെടും തൂണെന്ന് പറയുന്നത് ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് ആണ്. കാരണം അവൻ്റെയാണ് ബൈയിങ് പവർ. അവരെ ഇഗ്നോർ ചെയ്തിട്ട് പോകുന്നത് തെറ്റാണ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ കോർപ്പറേറ്റ് ഇതേപോലെയുള്ള ടാക്സേഷനും പരിപാടികളൊക്കെ ഒരു യൂണിഫോമായിട്ട് അതിൻ്റെ അകത്ത് റിഫോം സ്ട്രക്ചർ കൊണ്ടുവരാതെ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മൂന്നാമത്തെ പ്രധാന ഘടകം ഈ ഫ്രീ ബീസ്, അതായത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പരിപാടികൾ ഇത് പ്രോപ്പറായിട്ട് ഗവൺമെൻറ് കൺട്രോൾ ചെയ്യണം. ഇലക്ഷന് ജയിക്കാൻ വേണ്ടിയുള്ള പരിപാടി ആവരുത്. കാരണം ഒരു രാജ്യത്തെ വെച്ച് കളിക്കുകയാണ്. ഇപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും BJP പറയുന്ന 2047 വികസിത് ഭാരതാണ്. എന്നിട്ട് ഈ കള്ള GDP 8.2 എന്ന് പറയുന്ന ലാസ്റ്റ് ക്വാർട്ടർ കാണിക്കുകയും ചെയ്യുന്നു. അപ്പം 2047 വികസിത് ഭാരത് എന്ന് വെച്ചാൽ പ്രോപ്പർ GDP 7 മുതൽ 8% കയറി വന്നാൽ മാത്രമേ ഇന്ന് 2047 ഈ സംഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അതേപോലെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സെക്ടറിനെ, ഹെൽത്ത് സെക്ടറിനെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഒരു ഉദാഹരണം നിന്നോട് പറയാം. ഇതിനെപ്പറ്റി IMFൻ്റെ മലയാളിയായ ഗീതാ ഗോപിനാഥ് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ പൊല്യൂഷൻ കൊണ്ടും, അതായത് ഇന്ത്യയുടെ അതുകൊണ്ട് എത്ര പേരാണ് ഹോസ്പിറ്റലൈസ് ചെയ്യുന്നത്, എത്ര പേരാണ് മരിച്ചു പോകുന്നത്, ഇതൊരു വലിയ ഘടകമാണത്. ഈ പറയുന്ന ഒരു രസകരമായ സംഭവം കണ്ടു. അതായത് ഈ ഡൽഹി എന്ന് പറയുന്ന നഗരത്തിൽ നിന്നും, അല്ലെങ്കിൽ ഡൽഹിയെ ചേർന്ന് കിടക്കുന്ന മീററ്റ് ഉൾപ്പെടെയുള്ള ആ ഒരു പ്രദേശത്ത് നിന്ന് തന്നെ ഈ പല ആളുകളും അവിടെ ജീവിക്കുന്ന ആളുകൾ അവരുള്ള ഫ്ലാറ്റുകളൊക്കെ അടച്ചിട്ടിട്ട് ചണ്ഡീഗഡിലേക്കും ഹിമാചലിലേക്കുള്ള അവരുടെ ഗാവുകളിലേക്കൊക്കെ പോയിട്ടാണ് താമസിക്കുന്നത്. 6 മാസത്തോളം പ്രായമായവർ ഉൾപ്പെടെ. അപ്പോ ആ ഒരു രീതിയിലേക്ക് താമസയോഗ്യമല്ലാത്ത ഒരു നഗരത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുമോ? ഒരാൾ വെട്ടിക്കാണാൻ തയ്യാറാവും. ഇത് പ്രോപ്പർ ചോദ്യമാ. ഇത് പ്രോപ്പറായിട്ടുള്ള ചോദ്യമാ. എങ്ങനെയാണ് ഡൽഹിയിലും ഇതിന്റെ പരിസര പ്രദേശം, അതായത് നോയിഡയാണെങ്കിലും ഗ്രേറ്റർ നോയിഡയാണെങ്കിലും ഗുഡ്ഗാവിലാണെങ്കിലും ഹരിയാനയാണെങ്കിലും ഗാസിയാബാദും ഈ ഭാഗത്തെ ആൾക്കാരെങ്ങനെ വരും? അതുമാത്രമാണ് ഇന്ത്യയിലെ മറ്റുള്ള സിറ്റികളിലെ പൊല്യൂഷൻ നോക്ക്. ബാംഗ്ലൂർ എന്താ മോശമാണ്? ഏത് സിറ്റിയാണ് ഉള്ളത്? അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു പുല്ലും പ്രഖ്യാപിച്ചിട്ടില്ല. എങ്ങനെ കൺട്രോൾ ചെയ്യും? ഇതൊരു റീസണബിൾ ചോദ്യമാണ്. ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യും? അതാണ് ഞാൻ പറഞ്ഞ ഹെൽത്തുമായി ബന്ധപ്പെട്ട് അതിനകത്ത് എന്തുവാണ് അതായത് മോദി ഗവൺമെന്റ് ഇതിനെപ്പറ്റി യാതൊരു പിടിയില്ല. ഇതെങ്ങനെ കൊണ്ടുപോകും? കാരണം ഹെൽത്ത് കൺസേൺഡ് ആണ്, എഡ്യൂക്കേഷൻ കൺസേൺഡ് ആണ്. ഈ പറയുന്ന ആൾക്കാരെ ടെക്നിക്കലി സൗണ്ടായിട്ട് നല്ല കുട്ടികളെ പഠിച്ചെടുത്താൽ മാത്രമേ ഈ പറയുന്ന ക്രിട്ടിക്കൽ ടെക്നോളജി ആണെങ്കിലും മറ്റുള്ള ടെക്നോളജി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ന് സ്വന്തമായിട്ട് നമുക്ക് ഒരു തോക്കുണ്ടാക്കാൻ പറ്റുന്നില്ല. എയർക്രാഫ്റ്റിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. എന്നിട്ടാണ് ഈ അടിക്കുന്നത്. മുഴുവനും കപടതയാണ് ഈ പറയുന്നത്. ഞാൻ ഓരോ സെക്ടറിലും വേണേൽ കയറി പറയാം. ഇത് മുഴുവനും ചൈനയെന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്നു. അത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞുണ്ടാക്കുന്നു. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ലോഗോ പോലും എനിക്ക് സംശയമുണ്ട് അത് എത്ര ശതമാനം ചൈനീസ് പ്രോഡക്റ്റ് ആണെന്ന്. കാരണം ഞാൻ ഈ ഡൽഹിയിലൊക്കെ നേരത്തെ വന്ന സമയത്ത് നോയിഡയിലാണെങ്കിലും ഗാസിയാബാദിൽ ഇഷ്ടംപോലെ ഫാക്ടറി ഉണ്ടായിരുന്നു, ചെറുതും വലുതുമായിട്ടുള്ള. ഞാൻ വെറുതെ പറയാം, ഞാനിത് പോയി കണ്ടിട്ടുണ്ട്. ഇന്നൊരൊറ്റ ഫാക്ടറി അവിടെ കാണാനില്ല. ഈ ഫാക്ടറിയൊക്കെ അവിടെ പോയി ഇവരൊക്കെ ചെയ്യുന്ന എന്തോ ആ ഫാക്ടറി മുഴുവൻ ഒരു ചെറിയൊരു 2, 4, 5 മുറിയാക്കിയിട്ട് ഹ്യൂജ് ഫാക്ടറിയാണ്. ബാക്കിയെല്ലാം അവർ പല പ്ലോട്ടായിട്ട് വിൽക്കുകയോ അപ്പാർട്ട്മെൻറ്റോ ആയിട്ട് കൊടുത്തിട്ട് ചൈനയിൽ നിന്ന് സാധനം മേടിച്ചിട്ട് സിമ്പിളായിട്ട് അസംബിൾ ചെയ്യുന്നു, മെയ്ഡ് ഇൻ ഇന്ത്യ ഉണ്ടാക്കുന്നു, സംഭവം അടിച്ചു പോകും. അതുപോലെ ഈ ഡൽഹിയിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഈ ചിക്കൻ കാരി പോലെയുള്ള UP അതൊക്കെ രാജസ്ഥാനിൽ നിന്നൊക്കെ വരുന്ന ഈ ഹാൻഡ് മെയ്ഡ് ആയിട്ട് അതുപോലെ ചെറിയ മില്ലുകളൊക്കെ ഉണ്ടാക്കുന്ന തുണിത്തരണ്ട്. അതുപോലെ ഹാൻഡ് മെയ്ഡ് ഷൂസുകൾ, വളരെ വില കുറഞ്ഞിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഷൂസുകൾ കിട്ടുന്ന ഒരു സ്ഥലമൊക്കെ ആയിരുന്നു. ഇപ്പൊ അതുപോലും ഈ പറയുന്ന ചൈനയിൽ നിന്ന് വരുന്ന ചിക്കൻ കാരി പ്രോഡക്റ്റും അതുപോലെ ഇന്ത്യൻ ആയിട്ടുള്ള ഡ്രസ്സുകൾ പോലും അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് വരുന്നത്. ജിബിൻ അറിയാമെന്ന് എനിക്കറിയത്തില്ല. ഡൽഹി ജീൻസ് വളരെ ഫേമസ് ആണ്.
അതായത് പഞ്ചാബിന്റെ ആ ഭാഗത്തും ഈ പറയുന്ന കരോൾ ബാഗിലൊക്കെ വീടുകളിലിരുന്നാണ് ജീൻസ്. കാരണം നല്ലപോലെ ജീൻസ്. അതേപോലെ എനിക്ക് തോന്നുന്നു ഡൽഹിയിൽ സിറ്റിയിൽ മാത്രമാണ് നിങ്ങളിപ്പോൾ ജീൻസിന്റെ തുണി മറ്റേ കൊനാട്ട് പ്ലേസിൽ എന്തോ ഒരു സ്ഥലമുണ്ട് അവിടെ ഉള്ളത് മേടിക്കാൻ അപ്പം അവിടെ നമ്മൾ അവിടെ ചെന്നിട്ട് തുണി ഇഷ്ടം കൊടുക്കുക. അവര് 2 മണിക്കൂർ സ്റ്റിച്ച് 2 മണിക്കൂർ ജീൻസ് അടിച്ചു തരും. ഓക്കെ, അതെ അത് മനസ്സിലാക്കേണ്ട. ഇതൊക്കെ സത്യം പറഞ്ഞത് അത്ഭുതത്തോടു കൂടി കണ്ട ഒരു സംഭവമുണ്ട്. കാരണം അതൊക്കെ ഇന്ത്യയുടെ നമ്മളൊരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ ആ ഒരു സമയത്ത്, അതായത് ഞാൻ ഈ വന്ന സമയത്ത് ഡൽഹിയിൽ വന്ന സമയത്ത് പല വീടുകളിലും പെണ്ണുങ്ങളൊക്കെ ഇരുന്ന് ജീൻസ് ഉണ്ടാക്കുന്നേ, എന്നിട്ടത് കഴുകുകയും ഇത് പിന്നെ ഞാനും സാറും ഇട്ട് തന്നെയാണ് റെഡ് ഫോർട്ടിന്റെ ഭാഗത്ത് നിങ്ങൾ ഒരു ടൈലറിനെ പരിചയപ്പെട്ട സമയത്ത് അവിടെ ജോലി എന്ന് ചോദിച്ചപ്പോ മുഗൾ രാജാക്കന്മാർക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ, ഫാമിലി ആയിട്ട്. അതായത് 1000, 400, 500 കൊല്ലമായിട്ട് ഇതാണ് അവരുടെ. അതൊക്കെ എവിടെ പോയി? ഇന്ന് ഡൽഹിയിൽ ജീൻസ് ഉണ്ടാക്കുന്ന ഇതേപോലെ കുടിൽ വ്യവസായം ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. ഒരൊറ്റ ഒരെണ്ണം കാണാൻ പറ്റത്തില്ല. അവിടെ മുഴുവനും ചൈനീസ് പ്രോഡക്റ്റ് കയറി. ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നു, ഞാൻ എൻ്റെ വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇതിൻ്റെ പുറകെ കാണുന്ന ഷെൽഫ് എന്തുവാ, ഉപയോഗിക്കുന്ന ലാപ്ടോപ്പിൻ്റെ ഭാഗം എന്തുവാ, ലൈറ്റ് എന്തുവാ, ഇത് ആരുടെയാ? എന്നിട്ട് പറയാം മേക്കിംഗ് ഇന്ത്യ. ഇത് നോൺസെൻസാണ് അടിച്ചു വിടുന്നത്. മേക്കിംഗ് ഇന്ത്യ എന്ന് പറയുന്ന സംഭവം നമ്മൾ ആത്മാർത്ഥമായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഡെപ്തിൽ പോകണം. അല്ല, ഒരു കാര്യം ഞാൻ പറയാം, വാചകമടിയിലൊന്നും നടക്കത്തില്ല. മേക്കിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞ സംഭവം ശരിക്കും മാനുഫാക്ചറിങ് സംഭവമായാൽ മാത്രമേ ഇന്ത്യ പുരോഗതി ഉണ്ടാവുകയുള്ളൂ. ബാക്കിയെല്ലാം ഗിമിക്സ് ആണ്. ഈ ബജറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കംപ്ലീറ്റ് ഡിസപ്പോയിന്റഡ്. ഇതിനകത്ത് യാതൊരു പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഇത് മുഴുവൻ ഒരു ഗിമിക്സും പഴയ സംഭവങ്ങളെല്ലാം കൂടെ കലക്കി കൂട്ടി. അതാ ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. നിർമ്മല സീതാരാമൻ എന്ന് പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻസ് മിനിസ്റ്ററാണ്. അവർക്ക് ഇന്ത്യൻ എക്കോണമിയെ പറ്റിയും ഗ്ലോബൽ എക്കോണമിയെ പറ്റിയും ഒരു പുല്ലും അറിയത്തില്ല. അവരിന്ന് വരെ ഒരു പ്രോപ്പറായിട്ടൊരു ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഡെയിലിക്കോ മാഗസിനോ ന്യൂസ് പേപ്പറിനോ അവർ സ്വന്തമായിട്ടിരുന്നൊരു ഇൻ്റർവ്യൂ കൊടുക്കാൻ അവർക്ക് പേടിയാണ്. കാരണം ചോദ്യങ്ങൾ വരും. കാരണം അവർക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയത്തൊന്നുമില്ല. അവർ ഒരു സാധാരണ ഒരു ഇന്ത്യൻ എക്കണോമിക് സർവീസിൽ ഒരു സാധാരണ ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥയെ കവിഞ്ഞ് അവർക്ക് ഇതിനെപ്പറ്റി ഒരു കുന്തവും അറിയത്തില്ല. എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. അവർക്ക് ഗ്ലോബലായിട്ടുള്ള എക്കണോമിക് വിഷൻ ഇല്ല. ഇതെല്ലാം ഈ ബജറ്റിനകത്ത് കൃത്യമായിട്ട് കണ്ടു. അതായത് മനസ്സിലാക്കേണ്ടത് ഗ്ലോബലായിട്ടുള്ള എക്കണോമിക് ടർമോയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ ടാരിഫുകളും മറ്റുള്ള പ്രശ്നങ്ങളും എല്ലാം ഒരു ഭാഗത്ത് നടക്കുകയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യം ദീർഘവീക്ഷണമുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്ററാണ്. അതായത് പ്രോപ്പറായിട്ട് ഈ പറയുന്ന ഗിമിക്സ് ഒന്നും കാണിക്കാതെ എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യുന്നത്, എങ്ങനെയാണ് ഇന്ത്യൻ എക്കോണമി കപടതയില്ലാതെ ഇതേപോലെ GDP ഇൻഡെക്സ് കാണിക്കുകയല്ല ചെയ്യുന്നത്, മുന്നോട്ട് പോവുക. ഇതില്ല എങ്കിൽ ഇതൊരു സമയത്ത് ഇതെല്ലാം കൂടെ പൊളിഞ്ഞങ്ങ് താഴെ പോകും. കാരണം മനസ്സിലാക്കുക, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിലോട്ട് വരുന്നില്ല. കഴിഞ്ഞ 12 വർഷമായിട്ട് ഇന്ത്യയിലെ പ്രൈവറ്റ് ഇക്വിറ്റി, അതായത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 0-ലാണ്. 12-ൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും താപ്പോട്ടും പോയിട്ടില്ല. കാരണം ഇത് തരുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ എക്കോണമി ഗ്രോ ചെയ്യുന്നില്ല. അത് തന്നെയാണ് അതിൻ്റെ കാരണം. ഈ പോക്ക് നമുക്ക് നല്ലതല്ല.